Hello friends, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ IDFCയുടെ ഫസ്റ്റ് വൗ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് റീസെൻ്റ്ലി പുതിയതായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഇപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ ഇൻവൈറ്റ് ബേസിസാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സെക്യൂർ ക്രെഡിറ്റ് കാർഡാണ്. അതായത് രണ്ട് ടൈപ്പ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡും സെക്യൂർ ക്രെഡിറ്റ് കാർഡും. അതായത് അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സാലറി ബേസിസിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. സെക്യൂർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അത് FD ഇട്ടിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ആ ഇനത്തിൽ പെടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് നമ്മുടെ IDFCയുടെ ഫസ്റ്റ് വൗ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് കുറേ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് മെയിൻ എടുത്ത് പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇത് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അതായത് ആനുവൽ ഫീസും ഇല്ല, ജോയിനിങ് ഫീസും ഇല്ല. അതതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഇടുന്ന FDയുടെ 100% വാല്യൂ നമുക്ക് ഇതിൽ കിട്ടും. പിന്നെ നമുക്ക് ഇടുന്ന FDക്ക് 6.25% നമുക്ക് ഇൻട്രസ്റ്റും കിട്ടും. അപ്പോൾ FD വാല്യൂടെ 100% എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു 10,000 എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 10,000 ആകുമ്പോൾ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ആയിട്ട് നമ്മുടെ കാർഡിൽ കിട്ടും. അതാണ് 100% ഓഫ് FD വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഇതൊരു ആക്ച്വലി ഇത് FD കാർഡായതുകൊണ്ട് തന്നെ ഒരു ജോയിനിങ് കാർഡോ അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സ് കാർഡോ അല്ല, അത് ആക്ച്വലി ഒരു പ്രീമിയം കാർഡാണ് വരുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു ബെനിഫിഷ്യൽ വരുന്നത്. എന്തായാലും എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ മുമ്പ് ചാനൽ പുതിയ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിരുന്നു, ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട. നിങ്ങൾ URL കണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ എന്താ പറയുക കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഞാൻ അതിൻ്റെ കുറേ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫോറക്സ് ചാർജ് 0 ആണ്. അതായത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നോർമലി വേറെ എക്സ്ട്രാ ഫോറക്സ് മാർക്കപ്പ് ചാർജ് ഒരു സംഭവം വരാറുണ്ട്. അത് ആക്ച്വലി ഇതിൽ 0 ആണ്. അതൊരു നല്ലൊരു ബെനിഫിറ്റാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാർഡാണ്. അതായത് നിങ്ങൾ ട്രാവൽ കാർഡ് എന്നൊക്കെ കിട്ടുന്നതായിരിക്കും, പ്രീപെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഫോറക്സ് കാർഡ്, അതിൻ്റെയൊക്കെ ഒരു ഫീച്ചറാണ് ആക്ച്വലി 0 മാർക്കപ്പ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കിതിൽ ഫോറക്സ് റിവാർഡ് പോയിൻ്റ് ആണ് നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന FDക്ക് നമുക്ക് 6.25% ആണ് ഇൻട്രസ്റ്റ് കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിൽ ക്യാരി ഓവർ ബാലൻസിനൊക്കെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടാറുണ്ട്. നോർമലി 9% ഒക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇതിന് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്കിതിൽ കാർഡ് എടുക്കുമ്പോൾ നമുക്ക് 1,399 രൂപ റോഡ് അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1% ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് ഇടുന്നുണ്ട്. അത് മാക്സിമം വരുന്നത് 200 പെർ മന്ത് ആണ് കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് കവറായിട്ട് നമുക്ക് 2 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാർഡ് ലൈബിലിറ്റി കവറായിട്ട് നമുക്ക് 25,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 1,500 പ്ലസ് റെസ്റ്റോറൻറ്റിൽ നമുക്ക് 20% എന്താ പറയുക ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കാർഡ് വെച്ച് കിട്ടുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ IDFCയുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ബസ് ബൈ ലിങ്ക് അല്ലെങ്കിൽ ബസ് ബൈ ലിങ്ക് അല്ല, ആക്ച്വലി ബെസ്റ്റ് അപ്ലൈ ലിങ്ക് നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് നിങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കിട്ടുക. നിങ്ങൾക്ക് ആക്ച്വലി ഒരു മെസ്സേജ് ആയിട്ട് വരിക ചെയ്യാം. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഓഫർ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഓൾറെഡി IDFCയുടെ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം കൂടിയുള്ള IDFCയുടെ അപ്ലൈ ലിങ്കാണ് ഇടുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബാക്കിയുള്ള ലൈഫ് ടൈം ഫ്രീ കാർഡുകളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ലിങ്ക് കയറിയിട്ട് നോർമൽ IDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യണം. ഈ കാർഡ് ഇതിപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നിങ്ങൾക്കത് കയറിയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. പക്ഷേ കുറച്ച് ടൈം എടുക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി IDFCയുടെ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മെസ്സേജും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ പിന്നെ ഇതിന് ഫസ്റ്റ് വെൽക്കം ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 5% നമുക്ക് ഒരു എന്താ പറയുക ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ട് 90 ഡേയ്സിൽ നമ്മളൊരു ഫസ്റ്റ് EMI ചെയ്യുമ്പോൾ നമുക്ക് അതിൽ 5% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 2,500 മുകളിലുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് നമുക്ക് എന്താ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ ക്യാരി ഫോർവേഡ് നമുക്ക് ബാലൻസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റിവാർഡ് പോയിന്റ്സ് കിട്ടിയത് ഇവരുടെ പാർട്ട്നേർഡ് ആയിട്ടുള്ള കുറേ സംഭവമുണ്ട്. അതിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ കുറേ ബെനിഫിറ്റുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ സെക്യൂർ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് എന്തിനാ, നമ്മുടെ സിബിൽ സ്കോർ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല സിബിൽ സ്കോർ ആക്കി കിട്ടാനും അതും നമുക്ക് ആക്ച്വലി കാർഡ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഓൾറെഡി FD കാർഡ് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. എല്ലാം കൊണ്ടും ഒരു നല്ലൊരു കാർഡ് തന്നെ പറയാം. പിന്നെ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു IDFC അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 2,000 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് എടുക്കാൻ പറ്റും. 2,000 FD ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് എടുക്കാൻ പറ്റും. അതായത് 2,000 ഇട്ട് കഴിഞ്ഞാൽ 2,000 തന്നെ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടും. അതിപ്പോൾ IDFC അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഇടാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ആണ്. അപ്പോൾ 5,000 ഇട്ട് കഴിഞ്ഞാൽ 5,000 കിട്ടും. അതാണ് അതിൻ്റെ നമ്മുടെ മിനിമം എമൗണ്ട്, FD തുടങ്ങാനുള്ള മിനിമം എമൗണ്ട് കേട്ടോ. അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. മിനിമം 18+ ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 18+ എന്തായാലും ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മുടെ IDFC ബാങ്കിൽ വേണം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ തുടങ്ങണം. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടേക്കുന്നത് ഓട്ടോ റിന്യൂവൽ മോഡലായിരിക്കണം. അത് മെയിൻ ഒരു സംഭവമാണ്. പിന്നെ
പിന്നെ ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം എമൗണ്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടാം. IDFC ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി എടുത്ത് പറയുകയാണ്. ഇത് ആക്ച്വലി വെയിറ്റിംഗ് ലിസ്റ്റിലാണ് വരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലേക്കാണ് പോവുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജ് വഴി വരികയാണ്. നിങ്ങൾ ഓൾറെഡി എനിക്ക് ഓൾറെഡി വന്ന മെസ്സേജ് ഞാൻ ഇവിടെ ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാർഡിനെ കുറിച്ച് കുറച്ച് ഒരു വീഡിയോ എടുക്കണം പറഞ്ഞു തന്നത്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.